പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഇവിടെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നതില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നമ്മൾ പഠനത്തിൻ്റെ സഹായത്തിന് വേണ്ടി ഇതിനകത്ത് നമ്മൾ 9-ാമത്തെ വാക്യം മുതൽ പുറകോട്ട് ഒന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പഠനത്തിന് നമ്മെ സഹായിക്കും. 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ ദൈവാത്മാവ് വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പോൾ നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആത്മസ്വഭാവമുള്ളവരായിരിക്കും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ നമ്മളിൽ ജഡസ്വഭാവമാണ് ഉള്ളതെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവാത്മാവില്ല എന്നാണ് നമുക്ക് ഈ വേദഭാഗത്തു നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മസ്വഭാവം അല്ല, ജഡത്തിൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളിൽ ദൈവാത്മാവ് ഇല്ല എന്നാണ് അല്ലേ? അതങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? നിങ്ങളോ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? ദൈവാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജഡസ്വഭാവം നിങ്ങൾക്കുണ്ടാകുക അസാധ്യമാണ്. നിങ്ങൾ ആത്മസ്വഭാവമുള്ളവർ തന്നെ ആയിരിക്കും എന്നാണ്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലില്ല എങ്കിൽ നമ്മൾ അവനുള്ളവനല്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം അവൻ്റെ സ്വന്തമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് നമ്മളിൽ ഏത് സ്വഭാവമാണ് ഉള്ളത് എന്ന് നോക്കിയാൽ നമ്മളിൽ ദൈവാത്മാവുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിൽ ജഡത്തിൻ്റെ സ്വഭാവം, ജഡത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് നമുക്കുള്ളതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ലൗകികമാണ് എങ്കിൽ, ലോകത്തിൻ്റെ ചിന്തകളാലും ആഗ്രഹങ്ങളാലുമാണ് നാം നിയന്ത്രിക്കപ്പെടുന്നത് എങ്കിൽ നമ്മളിലുള്ളത് ജഡസ്വഭാവമാണ്. നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ജഡസ്വഭാവമുള്ളവരാണ്. നമുക്കറിയാം, ജഡസ്വഭാവമുള്ളവരായിട്ട് തന്നെ നമുക്ക് ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സഭായോഗങ്ങൾക്ക് പോകാനും ഒക്കെ സാധിക്കും. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അവർക്ക് ഭക്തിയുടേതായിട്ടുള്ള എല്ലാ വേഷങ്ങളും ഉണ്ട്, എന്നാൽ അതിൻ്റെ ശക്തിയില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ സ്വഭാവത്തെ നമുക്കൊന്ന് പരിശോധിച്ചാൽ നമ്മളിൽ ആത്മാവുണ്ടോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളിൽ ആത്മസ്വഭാവമുള്ളവരാണ് നാം എങ്കിൽ നമ്മളിൽ ആത്മാവുണ്ട്. ആത്മാവുണ്ടെങ്കിൽ നാം ആത്മാ സ്വഭാവമുള്ളവരായിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ശരി, നമുക്ക് 8-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ജഡമാണെങ്കിൽ, അല്ലെങ്കിൽ ജഡത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. എങ്ങനെയാണ് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? നമ്മൾ ആരെയെങ്കിലും പ്രസാദിപ്പിക്കുന്നത് എപ്പോഴും അവരുടെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജഡസ്വഭാവമുള്ളവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവേഷ്ടം ചെയ്യാനായിട്ട് അവർ അശക്തരാണ്, അവർക്ക് അതിനുള്ള പ്രാപ്തി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജഡസ്വഭാവമുള്ള ആളുകൾക്ക് അവർ തികച്ചും അശക്തരാണ്, അവർക്ക് അതിനുള്ള യാതൊരു കഴിവും അവരിൽ തന്നെ ഇല്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ശരി, 7-ാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവനുള്ളവനല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് മാത്രവുമല്ല, ജഡത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോട് ശത്രുത്വമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് വിരോധമാണ്, ദൈവവുമായിട്ട് ശത്രുതയിലാണ്. ഞാൻ എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ ഞാനും ദൈവവുമായിട്ട് ശത്രു ബന്ധമാണ് ഉള്ളത്. കാരണം ഇവിടെ ഇത് ദൈവമക്കൾക്ക് എഴുതുന്നതാണെങ്കിലും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവവിശ്വാസികൾ, ദൈവമക്കൾ തന്നെ ആത്മാവില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇതൊന്നും എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. എന്നാൽ ആത്മാവുണ്ടെങ്കിൽ ആത്മസ്വഭാവം ഉണ്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടു 9-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ആത്മാവില്ലാതിരിക്കുകയും അതുകൊണ്ട് ആത്മസ്വഭാവം ഇല്ലാതിരിക്കുകയും അതുകൊണ്ട് ജഡസ്വഭാവമാണ് നമ്മളിലുള്ളതെങ്കിൽ അത് ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമായതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. ഇനി വിചാരിച്ചാൽ അത് നടക്കുക പോലുമില്ല എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആത്മാവിനെ അനുസരിക്കാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്നുള്ളതാണ്. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല, അവൻ ദൈവത്തോട് ശത്രുവാണ്. പിന്നെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അപ്പോൾ വീണ്ടും ജഡത്തിൻ്റെ ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അത് മരണത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ നാം ജഡസ്വഭാവമുള്ളവരാണോ ആത്മസ്വഭാവമുള്ളവരാണോ എന്നറിയാനായിട്ട് നമ്മളുടെ ചിന്തയെ ഒന്ന് വിലയിരുത്തിയാൽ മതി. നമ്മൾ ജഡസ്വഭാവമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടുകളും അത് ജഡത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും. നമ്മൾ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് എങ്കിൽ ആത്മാവിനുള്ളതായിരിക്കും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ലോകത്തെ ചപ്പും ചവറും എന്ന്, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും, തനിക്കുണ്ടായതായിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളെയും ചപ്പ് ചവറ് എന്ന് എണ്ണുവാൻ പൗലോസ് അപ്പോസ്തലന് സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ഉള്ളവനായതുകൊണ്ടാണ്, ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല. അതിൻ്റെയൊക്കെ വില എന്ന് പറയുന്ന ദൈവസന്നിധിയിൽ ചപ്പിൻ്റെയും ചവറിൻ്റെയും വിലയേ ഉള്ളൂ എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കി. അത് ജഡസ്വഭാവം അല്ല, ആത്മസ്വഭാവം ഉള്ളവരായതുകൊണ്ടാണ്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ഉയരത്തിലുള്ളത്, സ്വർഗത്തിലുള്ളത്, ആത്മനിയന്ത്രണത്തിൽ ഉള്ളത് ആയിരിക്കണം. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് പൊതുവെ ഇന്ന് ലോകത്തെ വിശ്വാസികൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്നത്
ഒരു സ്വാഭാവിക കാര്യമായിട്ടാണ് ഇന്ന് അനേക സഭകളിലും അനേക ദൈവമക്കളുടെ അടുക്കലും ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ഈ ലോകത്തിലെ ഒരു ചിന്തയും നമുക്ക് വേണ്ട എന്നുള്ളതല്ല, നമ്മുടെ ദൈവേഷ്ടം ചെയ്യുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ലോകത്തിലെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. അത് ദൈവേഷ്ടം ചെയ്യുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ള നിലയിൽ മാത്രമേ അത് നമുക്ക് പാടുള്ളൂ. മറിച്ച് നമുക്ക് ഈ ലോകത്തിലുള്ള നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ആണ് നാം ചെയ്യുന്നതെങ്കിൽ അത് തികച്ചും ഒരു പരാജയത്തിലേക്ക് കടന്നു പോകും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം ജഡസ്വഭാവമുള്ളവരാണോ ആത്മസ്വഭാവമുള്ളവരാണോ? ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ലോക കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ന്യായമായിട്ടുള്ള ഉപയോഗവും ന്യായമായിട്ടുള്ള അധ്വാനവും ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെ അത് ദൈവേഷ്ടം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ ഉള്ള സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും പ്രൗഢികളും ധനവും ഒക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെയാണ് നാം ഓടുന്നതെങ്കിൽ നാം ജഡസ്വഭാവമുള്ള ആളുകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജഡസ്വഭാവമാണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ വചനം പറയുന്നു നമ്മളിൽ ആത്മാവില്ല. കാരണം ആത്മാവ് ഉണ്ട് എങ്കിൽ അവനിൽ ആത്മസ്വഭാവമാണ് വെളിപ്പെടേണ്ടത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് എങ്ങനെ ആത്മാവില്ലാത്തവനായിട്ട് കഴിയാൻ കഴിയും? അങ്ങനെ ഉള്ളവനൊരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ പൗലോസ് പുസ്തകത്തിന് ഉത്തരം പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ല എങ്കിൽ അവൻ ദേവനുള്ളവനല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് മാത്രമേ അവർക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. അവർക്ക് ആത്മീയമായത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. ഇന്ന് അനേകം ആളുകളും അവരുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്ത എന്ന് പറയുന്നത് കേവലം ഒരു പക്ഷേ പ്രാർത്ഥനാ സമയത്തോ അതല്ല എങ്കിൽ ഞായറാഴ്ച ഒരു ദിവസത്തെ ജീവിതമാണ്. ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്ന് പറയത്തക്ക വിധത്തിലുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതമാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതൊന്നും ദൈവസന്നിധിയിൽ ഒട്ടും സ്വീകാര്യമല്ല എന്ന് മാത്രവുമല്ല, അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശരി, നാം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക, ആത്മസ്വഭാവമുള്ളവരായിട്ട് നാം തീരുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. നമ്മളിൽ ദൈവാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത് കേവലം അത് ദൈവത്തിൻ്റെ ഒരു പരിപാടി എന്നുള്ള നിലയിലല്ല. ദൈവാത്മാവിനെ കൂടാതെ ആത്മീക സ്വഭാവമുള്ളവരായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് കഴിയില്ല എന്നും ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമായതുകൊണ്ടാണ് ദൈവത്തെ ത്രിത്വത്തിൽ മൂന്നാമനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് വെറുതെ അങ്ങ് തന്നു, അല്ലെങ്കിൽ ഇരിക്കട്ടെ അല്ലെ. നമ്മളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വെറുതെ വലിയ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നമ്മളിലൊരു വലിയ ദൈവിക പരിപാടിയുടെ തുടക്കമാണ് നമ്മളിൽ ആത്മാവിനെ നൽകിക്കൊണ്ട് പിതാവ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ എങ്ങനെ ഉള്ള കാഴ്ചപ്പാടുകളാണ് നമുക്കുള്ളത്? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണോ? ഇതൊക്കെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് 10-11 വാക്യങ്ങളിൽ വീണ്ടും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 1-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവിടെയും പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അവർക്ക് ക്രിസ്തുവേശുവിൽ ഇരിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ക്രിസ്തുവിന് നമ്മളിലും ഇരിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവേശുവിൽ ഇരിക്കുക എന്നാണ് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. അപ്പോൾ ദൈവവും നാമവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നാം ദൈവത്തിൽ വസിക്കുകയും ദൈവം നമ്മിൽ വസിക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതൊരു മ്യൂച്വൽ, പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, ഞാനും പിതാവും വന്ന് അവനിൽ വാസം ചെയ്യും. നാം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, അതെന്താണ് ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുവാനായിട്ടുള്ള കാര്യം? ഇല്ലാതെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഉണ്ടെങ്കിലോ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിലല്ലാതെയും ഒരു ജീവിതം രക്ഷിക്കപ്പെട്ടവർക്ക് സാധ്യമാകുമെന്നുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, വിശ്വസിക്കുന്നവർക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്നോ, അതുകൊണ്ട് ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വിശ്വസിക്കുന്നത് കൊണ്ടും രക്ഷിക്കപ്പെടുന്നത് കൊണ്ടും ഒക്കെ നമ്മളിൽ ഉളവാകേണ്ടതായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു നമ്മിൽ വസിക്കുകയും ചെയ്യുക എന്നുള്ളതായ ഒരു ഫലമാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരിക്കൽ നാം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു എന്നതിന് ശേഷം നമുക്ക് ഒരു സ്വൈര്യവിഹാരം നടത്തി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതായ ഒരു ക്രിസ്തീയ ജീവിത രീതി തന്നെ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സുവിശേഷങ്ങൾ കൊണ്ട് നമുക്ക് ഈ ബൈബിളിനെ ദൈവത്തിന് അവസാനിപ്പിക്കാമായിരുന്നു. എന്തിനാണ് അപ്പസ്തലന്മാരുടെ പ്രവൃത്തികളും അതുപോലെ ലേഖനങ്ങളും ഒക്കെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ, നിങ്ങൾ പാപികളാണ്, പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കേണ്ടതേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട് അപ്പസ്തോലന്മാർ വളരെ ശ്രമകരമായി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ഈ ലേഖനങ്ങളൊക്കെയും എഴുതുകയും ഓരോ സഭയിലും പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടുള്ളൊരു കാര്യമാണ്. എഫെസോസിലെ സഭയിൽ പൗലോസ് അപ്പോസ്തലൻ കണ്ണുനീരോടുകൂടെ, രാവും പകലും കണ്ണുനീരോടുകൂടെ 3 സംവത്സരം വീടാന്തരവും അതുപോലെ തന്നെ പരസ്യമായും അവരോട് പഠിപ്പിച്ചു, അവരോട് പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്താണ്? പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വളരെ ലളിതമായി എടുക്കാൻ, കണക്കാക്കാൻ കഴിയുന്നതായിട്ടൊരു ജീവിതമല്ല. അത് വളരെ ഗൗരവമുള്ള ഒരു ജീവിതമാണ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആയിരിക്കുന്ന പ്രാധാന്യം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ക്രിസ്തുയേശു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരം എന്തായാലും മനുഷ്യവർഗത്തിലേക്ക് പാപം വന്ന് കയറിയതുകൊണ്ട് ഈ ശരീരം സ്വർഗവാസത്തിന് ചേർന്നതായിട്ടുള്ള ഒരു ശരീരമല്ല. നമ്മളുടെ ശരീരം മണ്ണോട് മണ്ണായി തീർന്ന്, അതല്ല നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് വരുന്നുവെങ്കിൽ നമ്മളുടെ ശരീരം കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും, നാം അവനോട് സദൃശ്യന്മാരാകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ പുതിയ സ്വർഗവാസത്തിന് കർത്താവിനോട് വാസിക്കുന്നതിന് നമുക്കൊരു ഈ ശരീരം അതിന് പര്യാപ്തമല്ല. അതിന് കർത്താവ് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു ശരീരമുണ്ട്, തേജസ്കരിക്കപ്പെട്ട തേജസ്സുള്ളതായ ഒരു ശരീരം, കർത്താവിനോട് അവനോട് സദൃശ്യന്മാരായിരിക്കുന്ന ഒരു ശരീരം. ആ ശരീരത്തോടു കൂടി മാത്രമേ നമുക്ക് നിത്യതയിൽ വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. അത് പാപം കൊണ്ടുവന്നതായിട്ടുള്ളൊരു ദോഷമാണ്. അതുകൊണ്ട് ഈ ശരീരം മരിക്കും. ക്രിസ്തു നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെ ഈ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആ നീതി എന്ന് പറയുന്നത് നമ്മളുടെ നീതിയല്ല, കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നീതിയാണ്. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ഈ 4-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നാം ശ്രദ്ധിച്ച് അത് തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മിൽ നിവൃത്തിയാകും. അത് ദൈവം ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അത് നിമിത്തമാണ്, ആ നീതിയെക്കുറിച്ചാണ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഏത് നീതി? നമ്മൾ ഈ ലോകത്ത് എത്തിപ്പെട്ടതായിട്ടുള്ള നീതിയൊന്നുമല്ല, മറിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ദൈവം കണക്കിടുന്നതായിട്ടുള്ള ദൈവിക നീതിയാണ് നമ്മെ ദൈവരാജ്യത്തിലെത്തുന്നത്. അവിടെയും ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിൻ്റെ ആ വലിയ ഗൗരവവും പ്രാധാന്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 11-ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ
നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ ഒരു വാചകം വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് എഴുതിയിരിക്കുന്നതായിട്ടൊരു വാക്യമാണ്. അവിടെ എങ്കിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇതിനു മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വായിച്ചു. ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മിൽ വസിക്കുന്നതായിട്ടുള്ള ആത്മാവിനെ കൊണ്ട് നമ്മളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് നിലയിലാണ്. നമ്മുടെ ഈ ശരീരം മരിക്കേണ്ടതാണ് എന്ന് തൊട്ടു മുമ്പിലുള്ള വാക്യത്തിൽ പറഞ്ഞല്ലോ, മർത്യമായതാണിത്. നാം ഈ മർത്യമായത് നീങ്ങിപ്പോയി ഈ ദ്രവത്വം മാറിപ്പോയി അദ്രവത്വത്തെ നാം പ്രാപിക്കും എന്ന് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മർത്യമായിട്ടുള്ള ശരീരം നീങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. അത് ഈ മർത്യ ശരീരത്തെ ജീവിപ്പിച്ച് പുതിയൊരു ശരീരം, തേജസ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ടാണ് അത് ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് വരികിൽ മാത്രമേ നമ്മളെയും നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതേ ആത്മാവാണ്, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഏതോ അതേ ആത്മാവാണ്. ആ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ അനുസരിച്ചിട്ടുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ഉയർപ്പ്, ഇതെല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നാം ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. ഇന്ന് നാം ശ്രദ്ധിച്ചാൽ ലോകത്തിൽ ക്രിസ്ത്യാനികളെന്നും രക്ഷിക്കപ്പെട്ടവരുമെന്നും പറയുന്നതായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവര് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത പോലും പലപ്പോഴും പല സഭകളിലും അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഓരോരുത്തരും അവനവന് ബോധിച്ചതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അവനവൻ ഒരു നിലവാരം വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കുഴപ്പമില്ലാതെ, താൻ അംഗമായിരിക്കുന്ന സഭയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി ഒരു നിലവാരം സഭ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു നിലവാരം വെച്ചിട്ടുണ്ട്. ആ നിലവാരമാണ് ഇന്ന് അനേക ആളുകളും ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ ജീവിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ജീവിതമേ നമുക്ക് അനുവദിച്ചിട്ടില്ല. നമുക്ക് നമ്മളുടെ മേൽ ഒരു കർത്തൃത്വവുമില്ല, നമുക്ക് നമ്മളുടെ മേൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. നമുക്കുള്ളതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല, അതെല്ലാം കർത്താവിൻ്റെയാണ്. എല്ലാ കാര്യങ്ങളും കർത്താവ് നിയന്ത്രിക്കുന്നതും കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതും ആയിരിക്കണം. കർത്താവ് അത് നിയന്ത്രിക്കുന്നത് നമ്മിൽ തന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിനാലാണ്. ആ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ആത്മസ്വഭാവമുള്ളവരായിരിക്കും. അതുപോലെ ആത്മസ്വഭാവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമേ ആത്മാവിനുള്ളത് ചിന്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമേ അവരുടെ ന്യായപ്രമാണത്തിൻ്റെ നീതി യേശുക്രിസ്തു അവരിൽ കണക്കിടുന്നുള്ളൂ. ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് നീതി നിമിത്തം ജീവനാകുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഗൗരവബോധത്തോടു കൂടി ക്രിസ്തീയ ജീവിതത്തെ എന്ന് നാം കാണാൻ പഠിക്കുന്നുവോ അന്ന് മാത്രമേ ഈ ജീവിതം ദൈവം മുമ്പാകെ ഫലകരമായിട്ടുള്ളൊരു ജീവിതമായി തീരുകയുള്ളൂ, ദൈവം മുമ്പാകെ സ്വീകാര്യമായിട്ടുള്ളൊരു ജീവിതമായി തീരുകയുള്ളൂ.
നമ്മെ ദൈവം ഏതൊരു പരിപാടിയിലേക്ക് വേണ്ടിയാണോ വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ എന്ത് ഇഷ്ടത്തിന് വേണ്ടിയാണോ നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടവും ഓരോ വ്യക്തികളെയും സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ നിശ്ചിതമായ ഇഷ്ടവും നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടണമെങ്കിൽ അത് നാം ഈ ആത്മനിയന്ത്രണത്തിൽ ജീവിച്ചാൽ മാത്രമേ സഹായിക്കുകയുള്ളൂ. ആത്മാവ് എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? ഓരോ ദിവസവും നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് നമുക്ക് നമ്മളുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചു തരുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ആത്മാവിൻ്റെ നിയന്ത്രണം എന്ന് ചിന്തിക്കുവാനായിട്ട് പാടില്ല. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള രീതിയിലൂടെ ദൈവാത്മാവിന് നമ്മോട് ഇടപെടാൻ കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതുമാണ്. എന്നാൽ അതൊരു സ്വാഭാവികമല്ല. ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത് തന്നെ വചനത്തിലൂടെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കൂടെയുള്ള ദൈവ മക്കളുടെ ജീവിതത്തിലൂടെയും അവരുടെ പ്രബോധനത്തിലൂടെയും അവരുടെ തിരുത്തലുകൾക്ക് നാം വിധേയപ്പെടുന്നത് വഴിയുമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നാം രക്ഷിക്കപ്പെടുക മാത്രമല്ല, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നാം എത്തുമ്പോൾ നമ്മളിൽ യഥാർത്ഥത്തിൽ ദൈവേഷ്ടം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനും ഈ ലോകത്തിലെ കാര്യങ്ങളെ, ജഡികമായിട്ടുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവാനുമുള്ളതായ ഒരു സ്വഭാവ സവിശേഷത നമ്മളിൽ രൂപാന്തരപ്പെടും. നമ്മളിന്ന് ചിന്തിച്ചതുപോലെ തന്നെ നമ്മളിൽ ഒരു സ്വഭാവത്തെയാണ്, ഒരു ക്യാരക്ടറിനെയാണ്, ഒരു സ്വഭാവത്തെയാണ് ദൈവം നമ്മളിൽ രൂപപ്പെടുന്നത്. അതല്ലാതെ ഏതെങ്കിലും നിയമങ്ങൾ തന്നുകൊണ്ട് നമ്മെ ആ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നമ്മളെ നിലനിർത്തുകയല്ല. ഭയപ്പെടുത്തിയോ ഒന്നും നമ്മളെ അങ്ങനെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിർത്തുന്നതായിട്ടുള്ള പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് നമ്മുടെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്തുകൊണ്ട് ദൈവ നാമമഹത്വത്തിനായിട്ട് നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കുകയും ആലോചിക്കുകയും ധ്യാനിക്കുകയും വേണം. നമ്മളുടെ സ്വഭാവം അത് ആത്മസ്വഭാവമാണോ, അത് ജഡിക സ്വഭാവമാണോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. ആത്മസ്വഭാവമാണെങ്കിൽ ആത്മാവ് നമ്മിലുണ്ട്, നമ്മെ ഉയർപ്പിക്കും, നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിക്കും. അല്ല, നാം ജഡസ്വഭാവമുള്ളവരാണെങ്കിൽ ജഡത്തിനുള്ളത് ചിന്തിച്ച് അതിൻ്റെ അന്തമായിട്ടുള്ള മരണം, ദൈവത്തോടുള്ള ശത്രുത്വം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥ. സർവശക്തനായ ദൈവം നമ്മെ വചനങ്ങളാൽ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.